വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം. മെഡിക്കൽ ഗ്യാസ്ട്രോ ടീമിന്റെ ഒരു ഗെറ്റ് ടുഗദർ ആണ് ഇന്ന് നൈറ്റ് വിഹാര റിസോർട്ടിൽ വെച്ച് നടത്താൻ പോകുന്നത്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു, ടയേർഡാണ്, കുഴപ്പമില്ല. ഈ ഒരു സിമ്പിൾ ബോഡി കോണൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇന്ന് നൈറ്റ് പാർട്ടി അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. നല്ല നല്ല കുറേ കാഴ്ചകളുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്തെല്ലാം കാണണം കേട്ടോ, ഒരിക്കലും ബോറടിപ്പിക്കില്ല. ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് മെഡിക്കൽ ഗ്യാസ്ട്രോ ഡോക്ടർ GN രമേശിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ്. അപ്പൊ നമുക്ക് പോയാലോ. വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ നൈറ്റ് പാർട്ടിക്ക് പോകാൻ റെഡിയാവാണ് കേട്ടോ. നിഹാര റിസോർട്ടിൽ വെച്ചിട്ടാണ് പാർട്ടി. യാത്ര തുടങ്ങുന്നത് ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ നിന്ന്. ദിസ് പ്രോഗ്രാം ഈസ് കണ്ടക്ടഡ് ബൈ ആൽനീഷ്. അതുകൊണ്ട് തന്നെ അവരുടെ തന്നെ ട്രാവലിംഗ് ഫെസിലിറ്റി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. മെഡിക്കൽ ഗ്യാസ്ട്രോ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ശ്രീകാന്ത്. ഈ ഒരു ഫംഗ്ഷനോട് കൂടി ഇദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ വിചാരിച്ചത് എന്റെ കോൺസെപ്റ്റ് എല്ലാം മാറി. ഇൻ ദ സെൻസ് നല്ല രീതിയിലുള്ള മാറ്റാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഇദ്ദേഹം വളരെ ഒരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു പാവം മനുഷ്യനാണെന്ന്. അല്ല കേട്ടോ, പുലിയാണ്. അതിനുള്ള വീഡിയോസ് ഒക്കെ ഞാൻ അവസാനം കാണിച്ചു തരാം. വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ നിഹാരയിലെത്തി. ഡ്യൂട്ടി കഴിഞ്ഞ് ഫ്രഷ് ആയി പലരും എത്തുന്നതേ ഉള്ളൂ. വെറുതെ എന്നാലും പോരാ, എന്തെങ്കിലുമൊക്കെ പറയണം. എന്നും തോന്നില്ലയോ ടിനി ചേച്ചി? ബ്ലോഗറിന് കേട്ടപ്പോ തന്നെ ടിനി ചേച്ചി അറ്റൻഷൻ മോഡിലേക്ക് മാറി കേട്ടോ. ഞാൻ പറയായിരുന്നു ഈ ലൈറ്റിൽ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചേച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. ചേച്ചി താങ്ക് യു ഒക്കെ പറഞ്ഞു. ഒരു കാര്യം പറയാൻ മറന്നു. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. അതായത് ആ കുട്ടി ഏതാ, തട്ടവട്ട കുട്ടി ഏതാ, മൊഞ്ചത്തി കുട്ടി ഏതാ, ഉമ്മച്ചി കുട്ടി ഏതാ, ഈ വക കമന്റ്സ് ഒക്കെ നിരോധിച്ചിരിക്കും. ഇഫ് യു റിയലി വാണ്ട് ടു നോ സംതിങ് റിഗാർഡിംഗ് മീ യു ക്യാൻ ആസ്ക്. അതർവൈസ് ഞാൻ പറയില്ല. എ പ്രോഗ്രാം ഷുഡ് ബി സ്റ്റാർട്ടഡ് വിത്ത് എ വെൽക്കം ഡ്രിങ്ക് എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ചെന്നപാടെ ഒരു ഗ്ലാസ് ഗ്രേപ്പ് ജ്യൂസ് കുടിച്ച് ഞങ്ങൾ എല്ലാം കൂടി ഒരു 30-35 മെമ്പേഴ്സ് ഉണ്ട്. ഓടി നടന്ന് വീഡിയോ പിടിക്കുന്നതിനിടയിൽ ഈ ബലൂൺ ഒന്നും വീർപ്പിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ. കാരണം കോണ്ടന്റ് മുഖ്യം ബിജിലെ. അതുകൊണ്ട് എന്താ ചില നല്ല നല്ല സീനുകൾ പകർത്താൻ പറ്റിയിട്ടോ. ഫൺ മാത്രം പോരല്ലോ, കുറച്ച് ഗെയിമും കൂടി വേണം. ഈ സംഭവത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് പൾമണോളജി ടീമിന്റെ കൂടെ ഒരു ഗെറ്റ് ടുഗദറിന് പോയപ്പോൾ ഡോക്ടർ ടിസ പറഞ്ഞ് പഠിപ്പിച്ചു തന്നതാണ് കേട്ടോ. താങ്ക് യു മാം. ഓക്കെ, ഇനി നമുക്ക് കാര്യപരിപാടിയിലേക്ക് കടക്കാം. ഡോക്ടർ GN രമേശ്, ഞങ്ങളുടെ GN സാറ് വന്നു. അധ്യക്ഷ പ്രസംഗമൊക്കെ പറഞ്ഞു. രണ്ടെണ്ണം അടിച്ചാലേ ധൈര്യമുള്ളെന്ന് മാത്രം. GN സാറ് പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ എന്ത് പറഞ്ഞാലും പുള്ളി ചെയ്യും, പക്ഷെ അതേ ചോദ്യം നിങ്ങളുടെ അടുത്തോട്ടും വരും. ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ലാത്തവരെ എങ്ങനെയാ നമ്മൾ ഒഴിവാക്കുക? ഇതിനിടയിൽ മ്യൂസിക്കൽ ചെയർ സ്റ്റാർട്ട് ചെയ്തു. 15 10 10 8 8 5 അങ്ങനെ 2 അങ്ങനെ 2 ഗെയിമിലും ഡോക്ടർ ശ്രീകാന്ത് വിജയിച്ചു. അങ്ങനെ ഗെയിമും പാട്ടും സ്പീച്ചും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കണ്ട, വിശക്കാൻ തുടങ്ങി കേട്ടോ. വെജും നോൺ വെജും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഓഫ് കോഴ്സ് ഞാൻ നോൺ വെജ് ആണ് പ്രിഫർ ചെയ്തത്. ഫുഡ് നന്നായിട്ടുണ്ടായിരുന്നു, എല്ലാം അടിപൊളിയായിട്ട് കഴിച്ചത്. പാട്ടും ഡാൻസും ഗെയിമും എല്ലാം കൊണ്ട് ഈ ഒരു രാത്രി വളരെ മനോഹരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് സഹകരിച്ച എല്ലാവർക്കും ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ആ ഒരു ധൈര്യത്തിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവൻ സംസാരിക്കില്ല, അവൻ സംസാരിക്കില്ല. എങ്ങനെയുണ്ടാ മിനിമം മലയാളിക്ക് രണ്ടരെങ്കിലും അടിക്കണം. ഒരു സ്റ്റേജിൽ കയറി 1-2 വാക്ക് സംസാരിക്കണമെങ്കിൽ. ഞാൻ വലിയ ആളുകളെ പറ്റിയല്ല സംസാരിക്കുന്നത്, നമ്മളെ സാധാരണ ആൾക്കാർക്ക് 2 അടിക്കണം.